ഹലോ നമസ്കാരമുണ്ട്. എൻ്റെ പേര് വിനോദ് നാരായൺ. നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട്. അതൊക്കെ നമ്മളൊരു തമാശക്ക് ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഒരു 1.5 ആഴ്ച മുമ്പേ എന്നോട് അഹമ്മദ് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് KTUവിൻ്റെ ആദ്യത്തെ ബാച്ച് ഇങ്ങനെ പാസ് ഔട്ട് ആവാൻ നിൽക്കുകയാണ് 2-3 മാസത്തിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ഓൽക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒന്നാമത് നമ്മളിങ്ങനെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. കുറേ ആൾക്കാർ ഇങ്ങനെ വരും, ആശംസ ചെയ്യും, ഇയാൾ ബർത്ത്ഡേ ആണ്, അയാൾ ബർത്ത്ഡേ ആണ്, ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും നമ്മളിങ്ങനെ ചെയ്യാറില്ല. പക്ഷേ KTU എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 2 മാസം മുമ്പെയാണ് അഹമ്മദ് എന്നെ വിളിച്ചു വെച്ചാൽ ഞാൻ ചോദിക്കും KTU എന്താണെന്ന്. കാരണം എനിക്ക് അറിഞ്ഞൂടെ KTU എന്താണെന്ന്. കഴിഞ്ഞ മാസം നാട്ടിൽ ചെന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മിഷനായിട്ടും അതേമാതിരി കേരള സീഡിങ് കേരളേൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ചില മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് KTU എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസും ഈ KTUവിൻ്റെ കീഴിലാണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അതൊന്ന് കൂടുതൽ മനസ്സിലാവാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഹമ്മദ് വിളിച്ചപ്പോൾ കറക്റ്റ് സമയമായിരുന്നു. നമ്മളെ കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. മാത്രമല്ല 1993 ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് പാസ്സാകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇന്നത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അന്നത്തെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്. അന്ന് എനിക്ക് ഒരു 6 കോളേജ് ഒറ്റേ ഉള്ളൂ മൊത്തം കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാനന്ന് 93 പാസ് ഔട്ട് ആവുന്നത്. പിന്നെ കുറച്ച് കാലം ബാംഗ്ലൂരും കോഴിക്കോടൊക്കെ ആയിട്ട് ബിസിനസ്സൊക്കെ ആയിട്ട് വന്നു. കമ്പ്യൂട്ടർ കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ദുബായി പോയി, UK പോയി. കഴിഞ്ഞ 18 വർഷമായിട്ട് US-ലാണ്, 17 വർഷമായിട്ട് സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്ത് സിലിക്കൺ വാലിയിലാണ് താമസവും ജോലിയൊക്കെ. ഇവിടെ ബിസിനസ് ചെയ്തു കുറച്ച് കാലം. പിന്നെ കൺസൾട്ടൻ്റ് ആയിരുന്നു. സിസ്കോ, VMware, വെൽസ് ഫാർഗോ, അങ്ങനെ ചില കമ്പനികളുടെയൊക്കെ മൾട്ടി-മില്യൺ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, വലിയ വെബ് ഫ്രെയിംവർക്ക്സ്, ഇതൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യലായിരുന്നു എൻ്റെ ജോലി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അജൈൽ പ്രോസസ്സിലേക്ക് മാറി. പിന്നെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചറിസ്റ്റിക് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ നാസ എയിംസ് റിസർച്ച് ക്യാമ്പസിൽ. അവിടെ അവർ പ്രൈമറിലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് ഫുഡ്, ഫ്യൂച്ചർ ഓഫ് സിവിലൈസേഷൻ, ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി, ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, നമ്മൾ ഇന്ന് ടെക്നോളജിക്കൽ ബയോടെക് അഡ്വാൻസ്മെൻറ്റ്സ്, ഇൻഫർമേഷൻ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഈ പല മേഖലകൾ, നമ്മളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന മേഖലകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രഡിക്ഷൻസും അതിനെപ്പറ്റിയുള്ള റിസർച്ചും ആൾക്കാരെ പഠിപ്പിക്കലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റും പ്രോസസ് ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെയാണ് എൻ്റെ ജോലി. അജൈൽ പ്രാക്ടീഷണറാണ് ഞാൻ. അപ്പോൾ അതാണ് എൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഞാൻ അഹമ്മദിനോട് ചോദിച്ച് സത്യത്തിൽ എന്താ അഹമ്മദേ ഞാൻ പറയേണ്ടത്, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയമുള്ളൂ, കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അഹമ്മദ് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നാണ്. ഞാൻ ചോദിച്ചു ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ എന്ന് വെച്ചാൽ അഹമ്മദ് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം, ഇംഗ്ലീഷിൽ വേണമെന്ന് തന്നെ നമുക്ക് പിന്നെ ആക്കാം. നമ്മളെ മലയാളികളല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ പോരെ അല്ലേ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള സംഭവം, ഞാൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നൊരു സംഭവമുണ്ട്. സേ സംതിങ് വെരി പ്രിസൈസ് ആൻഡ് കൺസൈസ്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു തീർക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെയുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം നീട്ടി വലിച്ചാണ് പറയുക. കാരണം അതൊരു വെറും എഡ്യൂക്കേഷനോ വെറും ഒരു വർക്കോ സാധനമല്ല. ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ കുറച്ച് ലോങ് ഫോം ആയാലും കുഴപ്പമില്ല കോണ്ടൻറ്റിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിച്ചു നേടുന്നത്. പക്ഷേ നിങ്ങളെ വർക്കിൽ, നിങ്ങളെ ജോലിയിലേക്ക് കിടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഫീൽഡ്സിലാണെങ്കിൽ വളരെ കൺസൈസ്, മാറ്റർ ഓഫ് ഫാക്ട്, പ്രിസൈസായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ പറയേണ്ടത് മുഴുവൻ പറഞ്ഞു തീർക്കുക എന്നുള്ളത് ഒരു വലിയൊരു സ്കില്ലായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ ഞാനൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വർത്താനം പറയില്ല. ഇത് വീഡിയോയിൽ ചെയ്യുമ്പോഴുള്ള ഒരു നീട്ടിപ്പറച്ചിലാണ്, പ്രത്യേകിച്ച് മലയാളത്തിൽ. ആൻഡ് ഇംഗ്ലീഷ് ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ടു സേ സംതിങ് ഇൻ വെരി ഫ്യൂ വേർഡ്സ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിന് പറ്റും. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങളതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. പ്രൊനൗൺസിയേഷനും കാര്യം വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയെങ്കിലും തമ്മിൽ സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കൊക്കെ അറിയുന്ന എത്ര ആൾക്കാർ ഇംഗ്ലീഷ്
നന്നായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ ജോലിയിലേക്ക് കയറി 2 മാസം ആകുമ്പോഴേക്കും മണിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ചില സമയത്തുണ്ടല്ലോ വലിച്ചെറിയണം വെള്ളത്തിലേക്ക്, എന്നാലേ നീന്തൽ പഠിക്കൂ. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട ഒരു സംഭവമല്ല. നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് മര്യാദയ്ക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ പറയാൻ കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് സീംസ് ടു ബി എ പ്രോബ്ലം ഫോർ മെനി പീപ്പിൾ. അതൊരു പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കലും ജീവിതത്തിലൊന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് പിക്കപ്പ് ചെയ്യാനുള്ള സംഭവമേ ഉള്ളൂ. അത് ഒന്ന് നിങ്ങളോട് പറയണം തോന്നി. പിന്നെ ബീയിങ് പ്രിസൈസ്, ബീയിങ് കൺസൈസ് ആൻഡ് ദെൻ ലേണിംഗ് നെവർ സ്റ്റോപ്സ്. പഠനം ഒരിക്കലും നിൽക്കില്ല. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, മൈ ലേണിംഗ് സ്റ്റാർട്ടഡ് വെൻ മൈ ഫോർമൽ എഡ്യൂക്കേഷൻ എൻഡഡ്. എൻ്റെ ഫോർമലായിട്ടുള്ള വിദ്യാഭ്യാസം നിന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹം വന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരീക്ഷ അല്ല. എനിക്ക് പരീക്ഷ തീരെ ഇഷ്ടമല്ല. പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. ഒരാൾ നമ്മളിങ്ങനെ മാറ്റി വരച്ച് ഈ നല്ലതാണ് മാർക്കിടുന്ന സംഭവം നമുക്ക് തീരെ ഇഷ്ടമല്ല. കാരണം നമ്മൾ നല്ലതായിരിക്കും ചീത്തയായിരിക്കും, പക്ഷെ വേറൊരാളെന്തിനും നമ്മൾ മാർക്കിടണേ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് പരീക്ഷകൾ അങ്ങോട്ട് തീർന്നോട് കൂടിയിട്ട് മനുഷ്യരുമായി ഫ്രീ ആയി. പിന്നെ പുസ്തകങ്ങൾ, ഇൻ്റർനെറ്റ്, ആൾക്കാർ, ആരുടെ അടുത്ത് നിന്ന് വേണേൽ പഠിക്കുക, എന്ത് വേണേൽ പഠിക്കുക. ഭയങ്കര നമ്മൾ വിശാലമായില്ല, നമ്മളെ സ്കോപ്പും നമ്മളെ ഏരിയ അങ്ങോട്ട് വിശാലമായി. പലതും പഠിക്കാനും പലതും മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം കിട്ടി. ഇപ്പം എനിക്ക് തോന്നുന്നു, എനിക്കൊക്കെ ആ കരിക്കുലത്തിനോടും ആ ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡീസിനോട് വളരെ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഞാൻ. വളരെ സ്ട്രക്ചേർഡായിട്ട് പോകുന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീഡം കിട്ടിയ മാതിരി തോന്നി. ലേണിംഗ് നെവർ സ്റ്റോപ്സ്. യുവർ ലേണിംഗ് ആക്ച്വലി വിൽ സ്റ്റാർട്ട് നൗ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കുറേ ആൾക്കാർക്ക്. പക്ഷേ ആ ലേണിങ്ങിനെ വളരെ സ്ട്രക്ചേർഡായി കൊണ്ടുപോകും വേണം എന്നുള്ളതാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ സമയത്തും നമുക്ക് 2 ലെവൽ ഓഫ് ലേണിംഗ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്തും ജോലി എടുക്കുന്ന സമയത്തും. അതായത് പഠിക്കുന്ന സമയത്ത് നമ്മളെ കരിക്കുലമായിട്ടുള്ളൊരു പഠന രീതിയുണ്ട്. അതായത് ഇന്ന സബ്ജക്ട്സ് പഠിക്കണം, ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഇതൊക്കെ നമുക്ക് പഠിക്കണം. പക്ഷെ അത് പഠിച്ചാൽ മാത്രം പോരാ സക്സസ്ഫുൾ ആവാൻ, വിജയിക്കാൻ. അത് പഠിച്ചാൽ മാത്രം. പരീക്ഷയിൽ വിജയിക്കാനും മാർക്ക് കിട്ടാനും പാസ്സാവാനും റാങ്ക് കിട്ടാനും ഒക്കെ ചിലപ്പോൾ അത് മതിയാവും. റാങ്ക് ഉണ്ടോ ഇപ്പോൾ? ഗ്രേഡ് മാത്രമല്ലേ ഉള്ളൂ, അറിഞ്ഞൂടെയാവും. നമ്മളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 25 വർഷമായി. അതുകൊണ്ടാണ്. അപ്പോൾ ആ കരിക്കുലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടേതായിട്ടൊരു പേഴ്സണൽ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ സംഭവം വേണം. അതായത് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യണം, എന്തൊക്കെയാണ് സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ കരിക്കുലത്തിൽ പഠിപ്പിക്കാത്ത കുറേ സാധനങ്ങൾ നിങ്ങൾ പാരലായിട്ട് പഠിക്കണം. ഇത് ഫൈനൽ ഇയറുള്ള സ്റ്റുഡൻസ് മാത്രം പോരാ, ഫസ്റ്റ് ഇയർ തൊട്ടേ നിങ്ങൾക്ക് തുടങ്ങാം. അക്കൗണ്ടിങ്, ഫിനാൻസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള. ഇതൊക്കെ നിങ്ങൾ പാരലായിട്ട് ഒരു ലെവലിൽ പഠിക്കണം. അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദിൻ്റെ ഈ ഒരു വെബ്സൈറ്റും KTU വെബ്സൈറ്റും യൂട്യൂബും ഒക്കെ വളരെ ഉപകാരപ്പെടുക. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള എൻവയൺമെൻറ്റും അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റയും അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇതിൽ വഴി കൊടുക്കാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് അഹമ്മദ് ഈസ് ഡൂയിങ്. അഹമ്മദ് ആൻഡ് ഹൂഎവർ ഹിസ് ടീം ഈസ് ഡൂയിങ് ടു ആക്ച്വലി ബിൽഡ് അപ്പ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ലെവലിൽ നിങ്ങൾ ജോലിക്ക് പോയാൽ ഈ 2 ലെവലുണ്ട്. അതായത് ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന, നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലി ചെയ്താൽ ശമ്പളം കിട്ടുന്ന ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ലേണിംഗ്, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ലേണിംഗ്. പുതിയൊരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാവുന്നത്, കമ്പനി പുതിയൊരു ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി പഠിക്കുക, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അവിടെ ഒരു പാരലൽ ലേണിംഗ് ഉണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ ഒരു 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കണം, എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഞാൻ എന്ത് റോൾ എടുക്കണം എന്നുള്ളതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു പഠനമുണ്ട്. നിങ്ങൾക്ക് വേറെയും പല കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു കമ്പനിയിൽ ജോലി എടുക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ മേഖല എന്താ, ആ മേഖലയിൽ ചിലത് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. ഏറ്റവും ഗുണകരമായ സംഭവം ഇപ്പോഴത്തെ ഒരു സമയം ജീവിക്കുന്നതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് എവിടെയും കോളേജിൽ പോയി പഠിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് പല പല സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ തന്നെ ഉണ്ട്, അവൈലബിൾ ആണ്. അവരൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. അപ്പം യു ഷുഡ് യൂസ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു യു ടു ലേൺ ആൻഡ് മൂവ് ഫോർവേഡ്. ലേണിംഗ്, ദാറ്റ്സ് എ കീ ആൻഡ് ദാറ്റ് നെവർ സ്റ്റോപ്സ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ലിങ്ക്ഡിൻ എന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മെമ്പർ ആവണം. അതായത് ലിങ്ക്ഡിനിൽ മെമ്പർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഫേസ്ബുക്ക് മാതിരിയൊന്നുമല്ല, പ്രൊഫഷണൽസൊക്കെ കൂടി നിങ്ങൾ പലപ്പോഴും പല ആൾക്കാരും ഓൾറെഡി ലിങ്ക്ഡിനിൽ ഉണ്ടാവും. പക്ഷേ ലിങ്ക്ഡിനിൽ ഉണ്ടാവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് കണക്റ്റിംഗ് വിത്ത് പ്രൊഫഷണൽസ്, പീപ്പിൾ ഹൂ യു നോ. എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ കണ്ടമാനം ഗ്രൂപ്പുകളുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഗ്രൂപ്പ്സ്
വിത്തിൻ ലിങ്ക്ഡിൻ. അത് ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ട്, ബിറ്റ് കോയിനെ പറ്റിയിട്ട്, പ്രോസസ്സിനെ പറ്റിയിട്ട്, മാർക്കറ്റിംഗ്, സെയിൽസ്, മാനേജ്മെൻറ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, എവറിത്തിങ് യു തിങ്ക് ഇസ് പ്രൊഫഷണലി നീഡഡ് ഇസ് ദെയർ. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് യു ക്യാൻ കോൺട്രിബ്യൂട്ട്, യു ക്യാൻ റീഡ്, ആൻസർ, കോൺട്രിബ്യൂട്ട്, മനസ്സിലാക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ എനിക്കറിയാലോ. ഈ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലാണ്ട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കംപ്ലീറ്റ് സാധനങ്ങൾ. പല സമയത്തും നമ്മൾ ചില ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ വായിച്ച് സൈഡിൽ ഇങ്ങനെ മിണ്ടാണ്ട് നിന്നാൽ മതി, ഇതൊക്കെ വായിച്ച് ഈ ഗ്രാസ്പ് ചെയ്ത് കൺസ്യൂം ചെയ്തിട്ട്. ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്നത് വഴിയാണ് നമുക്ക് കൂടുതൽ നോളേജ് കിട്ടുക. സംസാരിക്കുന്ന വഴിയല്ലല്ലോ, കേൾക്കുന്ന വഴിയല്ലേ എപ്പോഴും നോളേജ് ഉണ്ടാവുക. അപ്പോൾ പലപ്പോഴും യു ക്യാൻ ജസ്റ്റ് ബി എൻ ഒബ്സർവർ ഇൻ ദീസ് ഗ്രൂപ്പ്സ്. സം ഗ്രൂപ്പ്സ് മൈറ്റ് ഹാവ് റെസ്ട്രിക്ഷൻസ്, സം ഗ്രൂപ്പ്സ് മൈറ്റ് നോട്ട് ഹാവ് റെസ്ട്രിക്ഷൻസ്. കരിയറിനെ പറ്റി മനസ്സിലാക്കാനും റെലവൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, അവിടെ ജോലിയിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം കറൻ്റായിട്ടും റെലവൻ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻസ്, നിങ്ങളുടെ അടുത്ത് പഠിക്കാനുള്ളതും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ്സ് വളരെ ഉപകാരപ്പെടുന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് ലിങ്ക്ഡിനിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ സ്റ്റാർട്ട് സംതിങ് സൂൺ. അതായത് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുണ്ടാവും. കുറേ മാർക്ക് കിട്ടി പാസ്സായ ആൾക്കാരുണ്ടാവും, ചിലപ്പം പഠിക്കാനായിരിക്കും അവർക്ക് താല്പര്യം, അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ പോവുക. ചില ആൾക്കാർ ജോലി അന്വേഷണത്തിനായിരിക്കും, ചില ആൾക്കാർ പാസ്സായിട്ടുണ്ടാവില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കോളേജ് തീരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ജോലി അന്വേഷണം ആവാം, പക്ഷേ ജോലി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞ് ജോലി കിട്ടിയില്ല 1-2-3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് സംതിങ്. ഓൺലൈനായിട്ടോ സുഹൃത്തുക്കളായിട്ടോ എന്തെങ്കിലും ഒന്ന് തുടങ്ങുക. അത് പ്രോഫിറ്റബിൾ ആവുകയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടൊന്നും തുടങ്ങരുത്, എന്തെങ്കിലും ഒന്ന് തുടങ്ങുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പോർട്ട്ഫോളിയോ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. നിങ്ങളിപ്പോൾ അസ്യൂം എ സിറ്റുവേഷൻ, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞു, നിങ്ങൾക്കൊരു 1 വർഷം ജോലി കിട്ടിയില്ല. 2ാമത്തെ വർഷം പോകുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ 1 വർഷം എന്ത് ചെയ്തു എന്നുള്ളതാണ്. എവിടെ ജോലി ചെയ്തു എന്നുള്ളതല്ല പ്രസക്തം, എന്ത് ചെയ്തു എന്നുള്ളത്. നിങ്ങൾ 1 വർഷം എടുക്കുമ്പോൾ ജോലി അന്വേഷണം മാത്രമായിരുന്നു നിങ്ങളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര നല്ലൊരു സംഭവമല്ല. കാരണം ഇൻ്റർനെറ്റ് ഉണ്ട്, വേറെ പല രീതികളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാഡോ ആയിട്ട് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാം, വോളണ്ടറി വർക്ക് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു വർക്ക് നിങ്ങൾ ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു വോളണ്ടറി വർക്കോ, ഡു സംതിങ് ദാറ്റ് റിയലി യു ആർ പാഷനേറ്റ് അബൌട്ട്, സംതിങ് ദാറ്റ് യു തിങ്ക് ദാറ്റ് യു വുഡ് ഡു യുവർ ഹോൾ ലൈഫ് ഫോർ. അത് അങ്ങനത്തെ എന്തെങ്കിലും സാധനം എടുത്ത് ചെയ്യുക. ജോലി അന്വേഷണം പാരലൽ നടക്കട്ടെ, പക്ഷെ അത് മാത്രം ഒരു പണിയായി നിൽക്കരുത് എന്നുള്ളതാണ്. സ്റ്റാർട്ട് സംതിങ് ആസ് ഏർലി ആസ് പോസിബിൾ. പിന്നെ ഡ്രീംസ് ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് എഞ്ചിനീയറിങ്ങിന് വന്ന ആൾക്കാരായിരിക്കാൻ മതി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ട അതേ ബ്രാഞ്ച് കിട്ടി വന്നവരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബ്രാഞ്ച് പല കാരണങ്ങൾ കൊണ്ട് കിട്ടാതെ കിട്ടിയ ബ്രാഞ്ചുമായിട്ട് വന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ എഞ്ചിനീയറിംഗായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന് വിചാരിച്ചിട്ടും ആൾക്കാർ ഉന്തി തള്ളി വിട്ട് എഞ്ചിനീയറിംഗിൽ വന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം വെച്ചാൽ എന്ത് രീതിയിലാണ് നിങ്ങൾ വന്നതെന്നുണ്ടെങ്കിലും യുവർ ഡ്രീംസ് ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ സ്വപ്നങ്ങൾ നിന്നിട്ടില്ല, ആ സ്വപ്നങ്ങളൊക്കെ ഇല്ലാണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ ജീവിതത്തിൽ, ആ സ്വപ്നങ്ങൾക്കൊക്കെ ചിറക് വിരിയാൻ പോവുകയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും സ്വപ്നങ്ങൾ കാണുന്നത് നിർത്തരുത്. എഞ്ചിനീയറിങ്ങിന് പോയി, പക്ഷേ ഇതായില്ലായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. കാരണം ഞാൻ എഞ്ചിനീയറിങ്ങിന് വരണം എന്ന് ഉദ്ദേശിച്ചൊരു ആളല്ല. പക്ഷേ എഞ്ചിനീയറിങ്ങിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് പ്രീ ഡിഗ്രിക്ക് നന്നായിട്ട് പഠിച്ച് എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോകുന്നതിന് മുമ്പ് എഞ്ചിനീയറിങ്ങിന് പോയി. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതില്ല. ഹിസ്റ്ററിയൊക്കെ ആയിരുന്നു താല്പര്യം. പക്ഷേ അങ്ങനെ എഞ്ചിനീയറിംഗ് വന്നു. പക്ഷേ പിന്നെ ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിച്ച്, ലിറ്ററേച്ചർ പഠിച്ച്, താല്പര്യമുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പം യുവർ ഡ്രീംസ്, കീപ് സീയിങ് ദ ഡ്രീംസ് ആൻഡ് ഡോണ്ട് തിങ്ക് ദാറ്റ് യുവർ ഡ്രീംസ് ഹവ് എൻഡഡ് just because of this. Your dreams are just going to get the wings. അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 25 വർഷം, കോളേജ് കഴിഞ്ഞിട്ട് 25 വർഷമായി. ഇന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തു എന്ന് പറയുന്നത് ആ 4 വർഷം പഠിച്ചതിൽ ഉണ്ടായ സൗഹൃദങ്ങളാണ്.
ആ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റെസ്ക്യൂ ഷിപ്പ് വരെയാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും അബാൻഡൻ്റായി ഒറ്റയ്ക്കായിപ്പോയി, ഇപ്പോൾ ഒരു ചുറ്റും കടലായിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇതാകുന്ന സമയത്ത് ഒരു റെസ്ക്യൂ ഷിപ്പ് വരുമല്ലോ, അതുമാതിരിയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക്. കാരണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടോ, പേഴ്സണൽ ലെവലിൽ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട്, കരിയറിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ 4 വർഷം എൻ്റെ കൂടെ പഠിച്ച ചില സുഹൃത്തുക്കളാണ് എൻ്റെ രക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈ ഗിവിങ് മീ എ ഇയർ, അതായത് ഒന്ന് കേൾക്കാൻ റെഡി ആയിട്ട് ഒരു ഫോണിൽ. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ കുറേ ഐഡിയ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കുറേ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, അല്ല എനിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചോട്. അപ്പം അങ്ങനെ ചോദിക്കാനും നമുക്ക് സുഹൃത്തുക്കൾ വേണം. അതായത് വേറെ എല്ലാ ആൾക്കാരും ഇതൊക്കെ കേട്ടിട്ട് കൈയടിച്ചിരിക്കും ഭയങ്കര എന്ന് പറയുമ്പോൾ നമ്മളൊരു അടുത്ത സുഹൃത്ത് വന്നു ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ കുഴപ്പം, നീ ഈ ചിന്തിക്കുന്ന ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കൊരു കണ്ണാടി കാണിച്ച്, ഒരു മിറർ കാണിച്ച് നമ്മളോട് നേരെ വഴിക്ക് കൊണ്ടുപോകാനൊക്കെ നമ്മൾ ഈ സുഹൃത്തുക്കളാണ്. കാരണം അന്ന് മുതലേ നമ്മളെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മളെ മാറ്റങ്ങൾ കണ്ടത്. അപ്പോൾ ഒരിക്കലും ആ ഒരു സൗഹൃദം നമ്മൾ വിടരുത്. നമ്മളൊക്കെ പോയിട്ട് ഏതെങ്കിലും എത്ര ദൂരെ പോയാലും എത്ര ഉയർച്ചയിൽ പോയാലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം വരും. നമ്മളൊക്കെ തന്നെ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം വരുന്ന സമയത്ത് അന്ന് നമ്മളെ ചുറ്റുപുറത്തും നമ്മളെ സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങളൊക്കെ ന്യൂ ജനറേഷൻ പറയുകയാണെങ്കിൽ നിങ്ങളെ ചങ്ക്സ്, അന്നത്തെ ചങ്ക്സാണ് ഈ 4 വർഷം എൻ്റെ കൂടെ ഉണ്ടായതിന് അതേ ചങ്ക്സാണ് ഇന്നും എൻ്റെ ചങ്ക്സായിട്ട് കിടക്കുന്നത്. അതിന് ആ ചങ്ക്സിൻ്റെ കൂടെ എക്സ്ട്രാ ചങ്ക്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ചങ്കിൻ്റെ ഉള്ളിലെ ചങ്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 വർഷം എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും വിടരുത്, അതൊരിക്കലും തള്ളിക്കളയരുത്. അതെപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളൊരു സംഭവമായിരിക്കും ആ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ KTUവിൻ്റെ ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളടുത്ത് നിന്ന് ഒരിക്കലും ഒരാൾക്ക് എടുത്ത് കളയാൻ പറ്റാത്ത സാധനം എന്ത്, നിങ്ങൾ KTUവിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, വഴികൾ വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ ആദ്യം ഇറങ്ങുന്ന ആൾക്കാർക്കൊരു ഈ വഴി വെട്ടിത്തെളിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അതായത് നിങ്ങൾക്ക് വഴി കാട്ടിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള വഴികൾ. പിന്നെ ആ വഴി വെട്ടിത്തെളിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ചാലഞ്ചസ് വരും, നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് വിജയങ്ങളുണ്ടാവും, നിങ്ങൾ കുറേ സാധനങ്ങൾ പഠിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ വഴിയും ഇതൊക്കെ വഴി നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഗിവിങ് ബാക്ക്, കോൺട്രിബ്യൂട്ടിംഗ് എന്നുള്ള സാധനം. എൻ്റെ പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഗിവിങ് ബാക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ലൈഫിലാണ്. അതായത് നമുക്ക് പഠിച്ച സാധനങ്ങൾ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പ് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കാലാകാലം ഇങ്ങനെ ഒരേ ലെവലിലായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ച് വരണ്ടോ നമ്മളെ ഉള്ളിലേക്ക്, നമ്മളെ നാട്ടിലേക്ക്, നമ്മളെ ഇൻ ടു യുവർ സെൽഫ്. അപ്പോൾ ആ ഒരു സംഭവമാണ്. പോണതിന് മുമ്പേ ഇപ്പോൾ തന്നെ സമയം 18 മിനിറ്റായി. ഇത്ര നേരമൊക്കെ സംസാരിക്കാൻ വേണ്ടിയാകുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കേട്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുന്നു. കുറച്ച് പുസ്തകങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വായനാശീലം ഇല്ലെങ്കിലും തുടങ്ങണം, ചെറുതായിട്ട് 2 പേജ് 3 പേജൊക്കെ വായിച്ചാൽ മതി. മെല്ലെ ഇങ്ങനെ വായിക്കുക, പുസ്തകങ്ങൾ കൂടെ കൊണ്ട് നടക്കുക. അതൊരു വലിയ ആവശ്യമായിട്ടുള്ള സാധനമാണ് ഞാൻ മനസ്സിലാക്കണം. ജനറൽ റീഡിങ് ഞങ്ങൾക്ക് ഒരു 1-2 പുസ്തകങ്ങൾ ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു പുസ്തകമാണ് ഇതുണ്ട്. സ്റ്റീഫൻ പിങ്കറിൻ്റെ എൻലൈറ്റ്മെൻറ്റ് നൗ എന്നാണ്. വളരെ പോസിറ്റീവായൊരു ബുക്കാണ്. ദ കേസ് ഫോർ റീസൺ, സയൻസ്, ഹ്യൂമനിസം ആൻഡ് പ്രോഗ്രസ്. അതായത് ലോകത്തിലെ ന്യൂസ് വഴിയും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കണ്ടമാനം ന്യൂസ് നമ്മൾ ചുറ്റുമുണ്ട്. അത് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ലോകം ഭയങ്കര ഹോപ്പ്ലെസ്സാണ്. പക്ഷെ ശുഭാപ്തി വിശ്വാസമാണ് മുമ്പൊക്കെ വേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു മൈൽ സ്റ്റോൺ കഴിഞ്ഞിട്ട് മുന്നോട്ട് വിശാലമായ ലോകം കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനതാണ്. അപ്പോൾ ആ ശുഭാപ്തി വിശ്വാസമുള്ള സമയത്ത് നിങ്ങൾക്ക് അതുണ്ടാക്കാൻ വേണ്ടി പല ഏരിയാസിൽ കൂടെ സ്റ്റീവൻ പിങ്കറിൻ്റെ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഒരു പുസ്തകം. പിന്നൊരു പുസ്തകം വായിക്കേണ്ടത് സാപ്പിയൻസ്, യുവാൽ ഹരാരിൻ്റെ സാപ്പിയൻസ് ആണ് പുസ്തകം. ഇതൊരു ഗംഭീര പുസ്തകം. ഞാനിപ്പോൾ പുസ്തകം എങ്ങനെ എഴുതി ഇതൊക്കെ നോട്ടൊക്കെ ഉണ്ടാക്കും ഞാൻ പുസ്തകം വായിക്കുമ്പോൾ. അങ്ങനെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ്തകത്തിൽ നോക്കാൻ വേണ്ടി ചില പുസ്തകങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് പുസ്തകം. ഇതാണ് സിംഗുലാരിറ്റി ഈസ് നിയർ. കുറച്ച് പഴയ പുസ്തകമാണ്, പക്ഷേ സിംഗുലാരിറ്റി ഈസ് നിയർ. റേ ക്രിസ്വെൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി സ്ഥാപിച്ചത് മൂപ്പരാണ്. റേ ക്രിസ്വെലാണ് നമ്മളെ കമ്പനി തുടങ്ങിയത്. അതായത് വെൻ ഹ്യൂമൻസ്
ട്രാൻസെൻഡ് ബയോളജി. അതായത് ബയോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടി ഒന്നാവുന്ന സമയത്ത് ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ, മനുഷ്യന് വരുന്ന മാറ്റങ്ങൾ നിങ്ങളൊക്കെ വളരെ മാറ്റം. വേറൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പുസ്തകം ഉണ്ടായിരുന്നു, അബണ്ടൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതും എൻ്റെ കമ്പനി തുടങ്ങിയ ആൾ തന്നെയാണ്, പീറ്റർ ഡയമൻഡിസ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റി തുടങ്ങിയ കക്ഷി തന്നെയാണ് പീറ്റർ ഡയമൻഡിസിൻ്റെ. ആ പുസ്തകം കൂടെ നിങ്ങൾ വായിക്കണമെന്നുണ്ട്. പക്ഷേ അത് എൻ്റെ അടുത്തില്ല, ഞാൻ ആർക്കോ കൊടുത്തെന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിന് ഒപ്പം തന്നെ വേറൊരു ഇവിടെ തന്നെ ഇവിടെ കിടക്കുന്നത് ഇതല്ല, ഇത് മൂപ്പരുടെ രണ്ടാമത്തെ പുസ്തകമാണ്, ബോൾഡ് എന്ന് പറഞ്ഞിട്ട്, ഹൗ ടു ഗോ ബിഗ്, ക്രിയേറ്റ് വെൽത്ത് ആൻഡ് ഇമ്പാക്ട് ദ വേൾഡ്. അതായത് ലോകത്തിനെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആക്കി, ലോകത്തിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ട് ലോകത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് വഴി ഒരു ജേണി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോൾഡ് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അഹമ്മദിന് കൊടുക്കാം, അഹമ്മദിനോട് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പുസ്തകം കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോ എത്ര കേട്ട് പുസ്തകങ്ങൾക്ക് തന്നതാണ്. ഇതാ എസെൻഷ്യലിസം. എസെൻഷ്യലിസം എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക, എസെൻഷ്യൽ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വെറുതെ സമയം ചിലവാക്കരുത്. എന്താണ് പ്രയോറിറ്റൈസേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്. അപ്പോൾ ആ എസെൻഷ്യലിസം എന്നുള്ള പുസ്തകം ഗ്രെഗ് മെക്കോൻ്റെ. അപ്പോൾ ഈ പുസ്തകവും ഇത്രയും പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. ഇംഗ്ലീഷ് വായിച്ചിട്ട് ശീലമില്ല എന്നുള്ളതൊന്നും ഒരു പ്രശ്നമാക്കണ്ട, മെല്ലെ മെല്ലെ വായിച്ചാൽ മതി, കുറേശ്ശെ വായിച്ചാൽ മതി. 2-3 ആൾക്കാർ കൂടി വായിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ആവശ്യങ്ങളുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ എന്നാൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഏത് വഴി പോയാലും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ പരമോന്നതയിൽ എത്തട്ടെ എന്നുള്ളത് ഞാൻ പറയുള്ളൂ. അതായത് ആൾക്കാരൊക്കെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ. നിങ്ങൾ ഇത് വലിയൊരു പൊസിഷനാണ്, ഇത് വലിയ പൊസിഷനാണ്, അവിടെ നിന്ന് എത്തണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുടെ പെർസ്പെക്റ്റീവിൽ പൊസിഷനും മുകളിലാണോ താഴെയാണോ എന്നുള്ളത് ഓരോരുടെ കാഴ്ചയുടേതാണ്. പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. അത് ആണ് എനിക്ക് നിങ്ങളോടുള്ള ആശംസ. ഓക്കെ, എന്നാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെയാക്കാം. ഞാൻ എല്ലാം തിരിയുന്ന സമയത്ത് അങ്ങനെയാക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയയ്ക്കുക, കണക്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഫോർ യുവർ ഫ്യൂച്ചർ, നോട്ട് ജസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഫൈനൽ ഇയേഴ്സ് ബട്ട് ഈവൻ ഫോർ ഓൾ ദോസ് സ്റ്റുഡൻസ് ഹു ആർ കറൻ്റ്ലി വിത്ത് KTU. ടേക്ക് കെയർ.